എവരിവൺ എല്ലാവർക്കും സുഖമല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഉസ്ബെക്കിസ്ഥാൻ ചിക്കൻ പിലാഫാണ്. ചിക്കൻ പിലാഫ് മിക്കവരും കഴിച്ചിട്ട് കാണും. കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു അടിപൊളി ഡിഷാണ്. നമ്മൾ പുലാവൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്. അതുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടായാലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. പുലാവിലാണെങ്കിൽ വെജിറ്റബിൾ വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ ചിക്കനാണ് മെയിൻ റെസിപ്പി. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ബോണുള്ള ചിക്കൻ ആയാലും ഒരു കുഴപ്പമില്ല. 1 കിലോ ചിക്കനിലേക്ക് ആദ്യം നമ്മൾ 1 ടീസ്പൂൺ സാൾട്ട് ഇടുക. പിന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടെ ഇട്ട് നമ്മളൊരു അരമണിക്കൂർ സീസൺ ചെയ്യാൻ വെക്കുക. സീസൺ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അടുത്തതായി ചിക്കൻ പിലാഫിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് റെഡിയാക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ ഒരു ലാർജ് ഒണിയനും 4 മീഡിയം സൈസ് ക്യാരറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഓണിയനെ നമ്മൾ സ്മോൾ സ്ലൈസസ് ആയിട്ട് ആദ്യം കട്ട് ചെയ്യുകയാണ്. ഒരു ലാർജ് ഒണിയനെ സ്മോൾ സ്ലൈസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അടുത്തത് നമ്മൾ ക്യാരറ്റിനെ കട്ട് ചെയ്യാണ്. ക്യാരറ്റിനെ കട്ട് ചെയ്യുന്ന പിലാഫിന് വേണ്ടി ക്യാരറ്റിനെ കട്ട് ചെയ്യുന്ന നീളത്തിലാണ്. നമ്മൾ ഓരോ ക്യാരറ്റ് സ്റ്റിക്കായിട്ട് തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കുറച്ച് കെയർഫുൾ ആയിട്ട്, കൈയൊന്നും മുറിയാതെ കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നീളത്തിലാണ് നമ്മൾ ഈ ക്യാരറ്റ് കട്ട് ചെയ്യുന്നത്. ക്യാരറ്റ് പിലാഫിൻ്റെ അകത്ത് കിടക്കുന്ന ക്യാരറ്റ് നീളമുള്ള ക്യാരറ്റാണ്. നമ്മൾ റൗണ്ട് ആയിട്ടല്ല കട്ട് ചെയ്യാറ്. നമ്മൾ നീളത്തിൽ ക്യാരറ്റ് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മളൊരു സെപ്പറേറ്റ് ബൗളിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് ചിക്കൻ പിലാഫിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു കുഴിയുള്ള പാത്രം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ച ശേഷം, ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ല മാരിനേറ്റഡ് ആയിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ചിക്കൻ ഒന്ന് നല്ലപോലെ അതിൽ ഒന്ന് ഒരു ലിറ്റിൽ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഈ ഗീയിലിട്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് 2 വത്തലമുളക്, നമ്മുടെ ചുമന്ന മുളക് കീറി അതിലേക്കിടും. അത് ഒരു ചിക്കൻ ഒരു നല്ലൊരു സ്പൈസിനെസ്സും ഫ്ലേവറും വരാൻ വേണ്ടി നമ്മളൊരു 2 ചുമല മുളക് അതിലേക്ക് കീറിയിടും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഏകദേശം നമ്മൾ 10 മിനിറ്റ് നേരം ഗീയിലിട്ട് ഇപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാർജ് ഓണിയൻ, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്ന ലാർജ് ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് 10 മിനിറ്റിന് ശേഷം. അതിനുശേഷം ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു 5 അല്ല 6-7 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വീണ്ടും കുക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ നമ്മുടെ സവോള ഒന്ന് വരണ്ട് കഴിയുമ്പോൾ, ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആകും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന, സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ സാൾട്ടും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ്സ് നേരം ഇത് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ. പിലാഫ് കഴിച്ചവർക്കറിയായിരിക്കും അതിലൊരു വലിയൊരു വെളുത്തുള്ളി ഇരിക്കുന്നത്. പിലാഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫുൾ വെളുത്തുള്ളിയെ അതിൻ്റെ അടിവശം മുഴുവൻ കട്ട് ചെയ്ത ശേഷം ഈ പിലാഫിലേക്ക് ഇറക്കി വെക്കും. ആദ്യം തന്നെ പിലാഫിലേക്ക് വെളുത്തുള്ളി ഇറക്കി വെക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കനും ഒണിയനും നമ്മുടെ ക്യാരറ്റും കൂടെ കുക്ക് ചെയ്യുന്ന ഈ സമയമുണ്ടല്ലോ, ഈ 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ അതിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മളിത് ചിക്കനിലേക്കും സവോളയെയും നമ്മുടെ ക്യാരറ്റും കുക്ക് ചെയ്യുന്ന ആ ലിക്വിഡിലേക്ക്, അല്ലെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ നടുവിലേക്ക് ഇറക്കി വെക്കണം. വെളുത്തുള്ളി കൂടെ ഇറക്കി വെച്ച ശേഷം നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആയ 1 ടീസ്പൂൺ ജീരകം ഇതിൻ്റെ മുകളിലേക്ക് വിതറുകയാണ്. ജീരകം കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ 10 മിനിറ്റുള്ള കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുക. 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി എടുത്ത് മാറ്റാം. നമ്മൾ റൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വെളുത്തുള്ളി എടുത്ത് മാറ്റാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പിലാഫ് പ്രിപ്പറേഷൻ്റെ അവസാന സ്റ്റെപ്പുകൾ ആറായി. അടുത്തതായി നമ്മൾ റൈസ് ആഡ് ചെയ്യുകയാണ്. ഇതിനുവേണ്ടി ഞാൻ 2 കപ്പ് കഴുകി വൃത്തിയാക്കിയ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ ബസ്മതി റൈസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചിക്കൻ, ഒണിയൻ, ക്യാരറ്റ് മിക്സറിലേക്ക്, അത് റെസിപ്പിയിലേക്ക് നമ്മൾ ഈ ബസ്മതി റൈസ് ഒരു ലെയർ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു നല്ല രീതിയിൽ എല്ലായിടത്തും കവർ ചെയ്യും, നമ്മുടെ പാത്രത്തിൽ മുഴുവൻ കവർ ആകുന്ന രീതിയിൽ നമ്മളൊരു ലെയർ ആയിട്ട് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. റൈസ് ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ 2 കപ്പ്
വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്, ആഡ് ചെയ്യുകയാണ്. വെള്ളത്തിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് മൂടത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ചിക്കനിൽ നിന്ന് അതിന് മാത്രം വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 2 കപ്പ് വെള്ളം മതിയാകും. കാരണം ചിക്കനിൽ നിന്ന് നാച്ചുറലായിട്ട് ഒരുപാട് വാട്ടർ വരും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് 10-15 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്തല്ലോ, അപ്പം ഒരുപാട് വെള്ളം വരും. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം മതി. ഇൻ കേസ് നിങ്ങളുടെ ചിക്കൻ നിന്ന് വേണ്ടത്ര വെള്ളം വന്നിട്ടില്ലെങ്കിൽ, റൈസ് മൂടത്തക്ക വിധം വെള്ളം ഇല്ല, നമ്മൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത ശേഷം റൈസ് മൂടത്തക്ക വിധം വെള്ളം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത ശേഷം റൈസ് മൂടത്തക്ക വിധം വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ ചിക്കനൊക്കെ റൈസിന് മുകളിൽ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ, അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത് പതുക്കെ താത്തി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ നോക്കുക. അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന വെളുത്തുള്ളി, ആ കട്ടിയിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ വീണ്ടും നമ്മുടെ റൈസിൻ്റെ സെൻറ്ററിലേക്ക് താത്തി വെക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ 3 വത്തലമുളക് എടുത്ത് ഈ റൈസിലേക്ക് നാട്ടി വെക്കുകയാണ്. അത് കീറുന്നൊന്നുമില്ല, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ റൈസിന് കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് 3 അല്ലെ 4, എത്ര വേണമെങ്കിലും വെക്കാം, 3 അല്ലെ 4. പിന്നീട് അടച്ചു വെച്ച ശേഷം നമ്മൾ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്യും. 15 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വെള്ളം തീരാതെ വെള്ളം വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് 15 മിനിറ്റ് ശേഷം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് നോക്കുക. പക്ഷേ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്യേണ്ടി വരും. 15-20 മിനിറ്റ് നേരം ഇടയ്ക്ക് കുക്കിംഗ് ആവശ്യമുണ്ട്. പക്ഷേ 15 മിനിറ്റ് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന ഒരു നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് വെള്ളം കുറഞ്ഞു പോയത് അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ശേഷം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഇവിടെ ഏകദേശം 20 മിനിറ്റ് നേരം കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. പിലാഫ് റെഡി ആയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനിപ്പോൾ ഹോട്ടായിട്ട് സെർവ് ചെയ്യുന്നില്ല. വീണ്ടും ഒരു 15 മിനിറ്റ് വരെ ദമ്മാക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം, ദമ്മായ ശേഷം നമ്മളിത് സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരു നല്ലപോലെ ഒന്നും കൂടെ വെന്ത് ഇറച്ചിയുടെ ഫ്ലേവറും എല്ലാത്തിൻ്റെ ഫ്ലേവർ റൈസിലേക്കൊക്കെ നല്ലപോലെ പിടിച്ച് നമുക്കൊരു നല്ല സൂപ്പർ ഡിഷായിട്ട് ഇതൊരു സെർവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുകൊണ്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ദം ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും.